കൊച്ചിയിൽ കാപ്പ കേസ് പ്രതി ശ്രീരാജിന്റെ മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയ ആളും കുടുങ്ങും. കാക്കനാട് സ്വദേശിയെ ശ്രീരാജ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലും ശ്രീരാജിന്റെ സുഹൃത്ത് പ്രതിയാണ്. വാക്ക്വേയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതെന്നും പേരറിയില്ലെന്നും ശ്രീരാജിന്റെ മൊഴി അങ്ങനെയാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ വിവരങ്ങൾ രാഗിൻ നൽകും. രാഗിൻ, ഈ തല്ലുന്ന വീഡിയോ ചിത്രീകരിച്ചത് വെറുതെ വാക്ക്വേയിൽ വെച്ച് പരിചയപ്പെട്ട ആളാണെന്നാണ് ശ്രീരാജ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഈ കാപ്പ കേസ് പ്രതി ശ്രീരാജ് ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. കമ്പിവടി വെച്ചുമൊക്കെ അടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ഇതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങൾ പകർത്തി, അതായത് ഈ ശ്രീരാജ് ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പകർത്തി. ആ പകർത്തിയ ആളെ കൂടി കേസിൽ പ്രതിയേർത്തിരിക്കുകയാണ്. ശ്രീരാജ് പറയുന്നത് കൊച്ചിയിലെ വാക്ക്വേയിൽ കണ്ട് പരിചയപ്പെട്ട ആളാണ്, പേരറിയില്ല എന്നതാണ്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇതിന്റെ ഉത്സാഹിയായി പ്രവർത്തിച്ച ആളാണ് ഈ ശ്രീരാജിന്റെ സുഹൃത്ത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ശ്രീരാജ് റിമാൻഡിലാണ്. അതുകൊണ്ട് ഫോർമൽ അറസ്റ്റ് ജയിലിൽ പോയി ചെയ്യേണ്ടി വരും. എന്നാൽ ഇയാളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാളുടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തൃക്കാക്കര പോലീസ്.